ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. എല്ലാവരും സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്ലൈ ചെയ്ത ആ ഒരാഴ്ച നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു താല്പര്യത്തോടുകൂടി തന്നെയാണോ പഠിക്കുന്നത്? പതുക്കെ പഠനം പിന്നോട്ട് പോകും. ഇനി നിങ്ങൾ വിചാരിക്കും എക്സാം ഡേറ്റ് ആകുമ്പോൾ പഠിക്കാമെന്ന്. അങ്ങനെ എക്സാം ഡേറ്റ് ആകുമ്പോൾ പഠിച്ചെടുക്കാവുന്ന ഒരു എക്സാം അല്ല സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന സെറ്റ്. അതിന് നിങ്ങൾ അതിൻ്റേതായ സീരിയസ്നെസ് കൊടുത്തേ മതിയാവും. ഒരു 3 മാസം കൂടെ കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും PSC HSST എക്സാം വിളിക്കും അല്ലേ? ആ എക്സാമിന് മുമ്പ് ഇനിയൊരു സെറ്റ് എക്സാം നടക്കുമോ എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. കാരണം ഇനി ഒരു 3 മാസത്തിനകം വേറൊരു സെറ്റ് എക്സാമിനുള്ള ചാൻസ് പോലുമില്ല. ഒരു ബിഗ് 0 ചാൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എക്സാം നിങ്ങൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. ഒരു HSST എക്സാം ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഇനി 4 വർഷം കൂടി നിങ്ങൾ കാത്തിരിക്കണം അടുത്തൊരു HSST എക്സാം വിളിക്കാൻ അല്ലേ? എത്ര സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലൈഫിൽ? എന്തിനാ അത്ര സമയമൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു സെറ്റ് എക്സാം പാസ്സാകുക എന്നൊരു ജോബ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ വലിയൊരു കടമ്പ കൂടി കിടക്കും. എന്താണെന്നല്ലേ? സെറ്റ് എക്സാമിന് പഠിക്കുന്ന സെയിം സിലബസ്, എന്നാൽ അത്രയുണ്ടോ? അത്രയും ഇല്ല HSSTക്ക് വേണ്ടിയിട്ട്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല തറവായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ HSST നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും. ഒന്നാമത് നെഗറ്റീവ് മാർക്കില്ല. സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് നോളജുള്ള എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാം തന്നെയാണ് സെറ്റ് എക്സാം. നിങ്ങൾ ആ സിലബസ് കണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല കുട്ടികളെ. നിങ്ങൾ ആ കോർ ഏരിയാസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു 4 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. ഈ HSST എക്സാം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടേ അടുത്തൊരു HSST എക്സാം വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ എക്സാമിനെ കണ്ടു വേണം അടുത്ത പരീക്ഷയ്ക്ക് തുടങ്ങാനായിട്ട്. ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ നിങ്ങൾക്കില്ലേ? 24 മണിക്കൂറിൽ 2 മണിക്കൂറാണ് ഈ പഠിക്കാൻ പറയുന്ന സമയം എന്ന് പറയുന്നത്. ആ 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ട ആവശ്യമില്ല അല്ലെ? വെറും 2 മണിക്കൂർ മാറ്റിവെച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ സെറ്റ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോ സെമസ്റ്ററിലും വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തവർ തന്നെയായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് സെറ്റ് എക്സാമിനെ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് പലർക്കും സെറ്റ് എക്സാം കിട്ടാറില്ല. എന്താ കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നന്നായി പഠിച്ചതാണല്ലോ, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തത്? ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം എനിക്കറിയാം. പക്ഷേ നമ്മളൊരു എലിജിബിലിറ്റി ടെസ്റ്റിനെ സമീപിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ആ സിലബസിനകത്തുള്ള കോർ ഏരിയാസ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അല്ലാതെ വാരി വലിച്ചു പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കുറച്ച് പഠിച്ചു ഇവിടുന്ന് കുറച്ച് പഠിച്ചു അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ ഏത് എക്സാം ആയിക്കോട്ടെ, അതൊരു കേറ്ററ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെറ്റ് ആയിക്കോട്ടെ നെറ്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും ഒരു എലിജിബിലിറ്റി ടെസ്റ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് എക്സാംസിനെ മുൻനിർത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആ പോർഷൻ എടുത്ത് പഠിക്കാനായിട്ട്. അതായത് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സെയിം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടും എനിക്ക് അപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? ആ സെയിം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ LBSൻ്റെ ഒരു 10 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10% ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരിക. പക്ഷേ ഒരു 10% കൂടുതൽ അല്ലെങ്കിൽ ഒരു 50% കൂടുതലും ആ കോർ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ സഹായിക്കും. നിങ്ങളെല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സായവരായിരിക്കാം, നല്ല കോൺഫിഡൻസും ഉണ്ടാവും. പക്ഷേ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിനെ സമീപിക്കുമ്പോൾ ഇത് മാത്രം പോരാ. പഠനത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? റിവിഷനും കൂടി ചെയ്യണം. അപ്പോൾ എങ്ങനെ റിവിഷൻ ചെയ്യും? അത് റിവിഷൻ ചെയ്യാനുള്ള ഒരു മാർഗവുമായിട്ടാണ് CC എത്തുന്നത്. CCയിൽ 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. സെറ്റ് ആസ്ട്രയുടെ പുതിയ ബാച്ചാണ്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം. നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. അതിനോടൊപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളും വീക്കിലി നടക്കുന്ന റിവിഷൻ എക്സാംസും എല്ലാം നിങ്ങളെ നല്ലൊരു സ്കോറിലോട്ട് എത്തിക്കും. ഈവൻ ഒരു നല്ല സ്കോർ കിട്ടണമെന്ന് പോലും ഇല്ല സെറ്റ് എക്സാം പാസ്സാകാനായിട്ട് അല്ലേ? ഏതൊരു എക്സാംസിനും നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിലും നിങ്ങളോട് ചോദിക്കുക സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ്. അവിടെ എത്ര മാർക്കെന്ന് പോലും ചോദിക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ? നമുക്ക് ആ മാർക്കിൻ്റെ അവർ നമുക്ക് എടുക്കണ്ട, നമുക്ക് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി. ഈ പാസ്സാകുന്നതിലും കൂടുതൽ ഹൈ മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാകാം. ആ പാസ്സാകുന്ന മാർക്ക് നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഹൈ മാർക്കല്ല, അത് HSSTയിലോട്ടുള്ള ഒരു കരുതൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുക. വെറുതെ ഒരു പാസ് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് സെറ്റ് എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി അല്ലേ? അതാണ് എല്ലാവരും ചോദിക്കാറ്, സെറ്റ് എക്സാം പാസ്സായോ എന്ന്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഈ സെറ്റ് എക്സാമിന് വെറുതെ പാസ്സായാൽ മാത്രം പോരാ.
പോരാ, നല്ല മാർക്ക് കൂടി സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് HSSTക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലും കൂടിയാണ് അല്ലേ. ഈ എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ പാസ്സാകുന്നു, എത്ര മാർക്കോടുകൂടി പാസ്സാകുന്നു എന്നത് എന്തിനെ നല്ല രീതിയിൽ ബാധിക്കും? HSST എക്സാമിനെ. കാരണം അത്രമാത്രം എളുപ്പമായിരിക്കും HSST. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ 4 വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് അല്ലേ. ഈ 4 വർഷം കൊണ്ട് നിങ്ങൾ സീനിയർ ആകേണ്ട ഒരു ഗ്യാപ്പാണ് നിങ്ങൾ ഈ സെറ്റ് എക്സാം ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ സെറ്റ് എക്സാമിൻ്റെ സെറ്റ് ആസ്ട്രയിലോട്ട് ജോയിൻ ചെയ്യാം. CCയുടെ ടീമിനോടൊപ്പം ഞാനും ഉണ്ടാവും അല്ലേ. നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിച്ച കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതിലൂടെയാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. പഠനത്തോടൊപ്പം റിവിഷനും കൂടെ വന്നാൽ മാത്രമാണ് അതൊന്നും ബാലൻസിങ് ആയിട്ട് പോവുക. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം. വീക്കിലി നടക്കുന്ന എക്സാംസിലൂടെ നിങ്ങളുടെ പോർഷൻസ് റിവിഷൻ ചെയ്യാം. ഓരോ മാസം നടക്കുന്ന മോഡൽ എക്സാംസിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നിങ്ങളിലോട്ട് തറവായിട്ട് എടുക്കും. അതുപോലെ തന്നെ ഓരോ വീക്കിലും നടക്കുന്ന ലൈവുകളിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻസിനകത്ത് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ സെറ്റ് എക്സാമിനെ സമീപിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം CCയിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.